കാരണം ഞാൻ ഒരുപാട് പേരുടെ അപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചെയ്യാന്ന് പറയില്ലേ. പേരൻസിനെ റിലേറ്റ് ചെയ്യും, മക്കളുടെ ശാഠ്യം അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത. എമ്പുരാനിൽ ആക്ച്വലി അത് പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടറിന്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു. പക്ഷേ ദി ഓഡിയൻസ് എക്സ്പെക്ട് ദാറ്റ് മൂവി ടു ബി ദി ഇൻഡസ്ട്രി ഹിറ്റ്. ഡാൻസ് പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്നെത്തിയത് ചെന്നൈയിലാണ്. ആ ഡാൻസ് കളിച്ച് താഴെ ചേർന്നിരിക്കുമ്പോഴേക്കും സാധനം അപ്ലോഡ് ചെയ്ത് അതാണ് ICG. സ്റ്റാർ ആകാൻ വേണ്ടി, ആക്ടർ ആകാൻ വേണ്ടി വരുന്ന ഒരു പരിപാടി. അതൊക്കെ നല്ല കാര്യം. സ്വഭാവ നടന്മാരെ കൊണ്ടുവരാൻ ശ്രമിക്കണ്ട. ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. ദിസ് ഇസ് ഇന്ത്യൻ സിനിമ ഗാലറി. ഞാൻ ഈവ ക്രിസ്റ്റഫർ. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഒന്നിച്ചേർന്ന സിനിമയാണ് UK OK എന്ന് നമുക്ക് ചെല്ലപ്പേരിട്ട് വിളിക്കാൻ പറ്റുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. ആ സിനിമയുടെ വിശേഷങ്ങളുമായി അതിലെ അഭിനേതാക്കൾ നമ്മളോട് ഉണ്ട്. നമുക്ക് ഏറെ സ്നേഹത്തോടെ വരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദ കോൺവെർസേഷൻ, ദിസ് ഇസ് ബ്രില്യൻറ്റ്. നല്ല രസമുണ്ട്. കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സംഭവമാണ് കിട്ടിയത്, ഒരു പാസ്പോർട്ടിൻ്റെ ഒക്കെ ഒരു രീതിയിലുള്ള സംഭവം. ഐ തിങ്ക് ആ ഒരു സിനിമയുടെ ഒരു തീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പ്രൊമോട്ട് ചെയ്തൊരു ടൂളും വന്നിരിക്കുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ ഹീറോ, ഈ ഒരു സിനിമയിലേക്ക് അട്രാക്ട് ചെയ്തൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഐ നോ ഇറ്റ് സോഷ്യലി റെലവെൻറ്റ്, പക്ഷെ എന്നാലും പേഴ്സണലി നമുക്ക് ചെയ്യുന്ന ക്യാരക്ടർ നമ്മളെ ജനങ്ങളിലേക്ക് ഒരു റിലേറ്റബിൾ ആണെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. സോ വാട്ട് വാസ് ദാറ്റ് ഹുക്കിംഗ് ഫാക്ടർ? ഐ തിങ്ക് യു ആൻസർഡ് മൈ ക്വസ്റ്റ്യൻ റൈറ്റ് ദ റിലേറ്റബിലിറ്റി ഫാക്ടർ തന്നെയാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കഴിഞ്ഞ പടങ്ങളിലെല്ലാം ഇപ്പം കൽബായാലും ഗോളമായാലും ഇറ്റ്സ് എ പോലീസ് ഓഫീസർ, ലവർ ബോയ് എന്ന് പറഞ്ഞാൽ ഇതൊരു പക്ക ബോയ് നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞാൽ എവ്രി മാൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോഴത്തേക്ക് ആ റിലേറ്റബിലിറ്റി ഫാക്ടർ തന്നെ എന്നെ അട്രാക്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല, പിന്നെ എനിക്കൊന്നും ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ജോൺറെ UK OK പെടുന്നത് ശരിക്കും. സോ അത് കാരണം ഒരു പുതിയൊരു ഫാസറ്റ്, ഒരു പുതിയ ഷെയ്ഡ് എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു എന്തോ ഒരു ഐറ്റം തോന്നി. സോ ദാറ്റ്സ് ഹൗ ഐ കേം ഇൻടു ഇറ്റ്. ആൻഡ് യാ, അതിൽ ഈ ഒരു ക്യാരക്ടറിൽ എന്ത് റോയ്ച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് റോയ്ച്ചനും മകനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ശരിക്കും ഈ ഒരു മൂവിയിലെ ഒരു പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ അപ്പനും മോനുമാണ്. എന്തോ ടോണി, റോയ്ച്ചനും ടോണിയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നിങ്ങൾ ഷൂട്ടിന്റെ സമയത്താണ് ആദ്യം കണ്ടത്, അല്ലെങ്കിൽ അതിന് ഐസ് ബ്രേക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു? കാരണം ആ ഒരു കൂളായിട്ടുള്ളൊരു ഐറ്റം സ്ക്രീനിൽ വരണമെങ്കിൽ നമുക്ക് അതിന് മുൻപൊരു വോംത്ത് വേണമല്ലോ. അതെങ്ങനെയായിരുന്നു? അതെ, രജിത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, രജിത്തിനെ അറിയാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ പൂജയുടെ അന്ന് തന്നെ സീൻ എടുത്തു നമ്മുടെ, അല്ലേ? അന്ന് കണ്ടു. പിന്നെ നമ്മൾ എന്തായാലും നമ്മൾ അപ്പനും മോനും ആണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ പരിചയപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ച് പറഞ്ഞ പോലെ പുറത്തുനിന്നൊക്കെ വന്നൊരു കുട്ടിയെ പഠിച്ച ആളല്ലേ, കുറച്ച് ബലം പിടുത്തൊക്കെയാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ഡൗൺ ടു എർത്ഥായിട്ട് രജിത്ത് ബിഹേവ് ചെയ്തു. നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന രീതി തന്നെ തുടക്കം മുതൽ ജോലി ചെയ്ത് ഇന്ന വർഷം വരെ നല്ലൊരു ഇതിൽ തന്നെ അത് പോവുകയും ചെയ്തു. ഞാൻ വളരെ എൻജോയ് ചെയ്തു. കാരണം ഞാൻ ഒരുപാട് പേരുടെ അപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പെൺകുട്ടികളെ ആൺകുട്ടികളെ. അപ്പോൾ നമുക്കൊരു മോനെ കൂടെ കിട്ടിയെന്ന് പറയുന്ന പോലെയാണ്. കാരണം ഇങ്ങനെ ഓരോന്നും ബ്രേക്ക് ചെയ്യാണല്ലോ ഓരോരുത്തരുടെയും. അപ്പോൾ ഞാൻ പിന്നെ ആക്ടിങ്ങിലാണെങ്കിലും എനിക്ക് തോന്നിയത് നമ്മളൊരു ഇപ്പം ഒരു വലിയ പരിചിതമായ ഒരു സറ്റയറോ കാര്യങ്ങളോ ഒന്നും അല്ല രഞ്ജിത്ത് ചെയ്യുന്ന വേഷം രഞ്ജിത്തിന്. പക്ഷേ രഞ്ജിത്ത് അതുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു. ആദ്യത്തെ സീൻ മുതൽ തന്നെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ചിലപ്പം ലെങ്തി ഡയലോഗ്സ് ഒക്കെ എനിക്കുണ്ട്. അപ്പം ഞാൻ വല്ലതും ഡയലോഗ് വെച്ചാലും രഞ്ജിത്തിൻ്റെ ഭാഗത്തു നിന്ന് കറക്ഷൻസ് വളരെ കുറവായിരുന്നു. പിന്നെ അരുണും നന്നായിട്ട് രഞ്ജിത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രഞ്ജിത്തിനെ നേരത്തെ തന്നെ കാര്യങ്ങൾ. അതുപോലെ രഞ്ജിത്ത് തന്നെ രാത്രി പോയി പഠിച്ചിട്ടൊക്കെ പക്ക ആയിട്ടായിരുന്നു രഞ്ജിത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് സമയം പോവോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടേക്ക് എടുത്ത് മുഷിയോ അങ്ങനൊന്നും ചെയ്യേണ്ട സാഹചര്യം താരതമ്യേന പുതുമമായിട്ട് രഞ്ജിത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു എഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ വളരെ കറക്റ്റായിരുന്നു. ഈ ക്യാരക്ടറിന് മൊത്തത്തിലൊരു നമ്മൾ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ലോ, നമ്മൾ പറയുന്ന ആരും മനസ്സിലാക്കുന്നില്ലോ. ഞാൻ ഇപ്പോൾ ഒരു എക്സാം പോലും ജയിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഉണ്ടല്ലോ ചില പിള്ളേർ, അവരുടെ നിർബന്ധം. ശരി, അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ? അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ ബോഡി ലാംഗ്വേജ് ആയാലും ഫേസ് എക്സ്പ്രഷൻ ആയാലും വളരെ കറക്റ്റായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യം ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു മുഹൂർത്തങ്ങളുണ്ട് സിനിമയ്ക്ക്. അതൊക്കെ വളരെ ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ കാണുന്നതാണ്. ഈ അപ്പൻമോൻ റിലേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന നമ്മുടെ വീട്ടിലിങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ, ശരിയാ കേട്ടോ എന്നൊക്കെ ഓടി പ്രേക്ഷകർക്ക് തോന്നും ഈ സിനിമ കാണുമ്പോൾ. പിന്നെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകളുണ്ട്. റോൺജൻ്റെ ക്യാരക്ടർ സിനിമയിൽ എങ്ങനെയാണ് ആക്ച്വലി?
രഞ്ജിത്തിൻ്റെ വളരെ അടുത്ത കൂട്ടുകാരനായിട്ട്, ടോണിയുടെ വളരെ അടുത്ത കൂട്ടുകാരനായിട്ട് ചെയ്യുന്ന മൂസിയുടെ കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? വിനു. മൂസിന്റെ ചേട്ടന് വിനയൻ. ഈ പക്ഷെ പുള്ളിന്റെ പേര് അനിയൻ എന്നാ. അനിയൻ. Okay. ഞാൻ വിനുവിന്റെ ചേട്ടന്റെ പേര് അനിയൻ എന്നാ. വിനയന്റെ ചേട്ടൻ്റെ പേര് അനിയൻ. അല്ല, ഞാൻ ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ പൊതുവെ മലയാള സിനിമയെ കാണുന്ന പോലെ നമ്മൾ പറയില്ലേ, പ്രായം കുറഞ്ഞ് കൂട്ടുകാരായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം, അതുപോലെ ഫ്രണ്ട്. അതല്ല. പുള്ളിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് പുള്ളി ലൈഫിൽ എടുക്കുന്ന ഒരു കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ക്യാരക്ടർ പുള്ളിക്ക് ഇൻസ്പിറേഷൻ, പുള്ളിയുടെ ജീവിതത്തിൽ അല്ലാതെ സിനിമയിൽ ആ കഥാപാത്രത്തിന് ഇൻസ്പിറേഷൻ, ടോണിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കുന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ വേണം എന്നുള്ള രീതിയിൽ എൻ്റെ കഥാപാത്രത്തിന് പറയാം. അപ്പോൾ പിന്നെ ഞാൻ അരുൺ വൈകിയനായിട്ടുള്ള ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ സിനിമയിൽ എത്തുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ ജോൺ ചേട്ടൻ പറഞ്ഞത് തന്നെ രഞ്ജിത്ത് ഇങ്ങനെയുള്ള ചുറ്റുപാടിൽ വളർന്ന ഒരാളല്ല. അപ്പോൾ രഞ്ജിത്തിനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ ഒരു പക്ഷേ ജോണിച്ചേട്ടൻ്റെ കഴിവായിരിക്കാം, അല്ലെങ്കിൽ അരുണിൻ്റെ കഴിവായിരിക്കാം. വളരെ മനോഹരമായിട്ട് തന്നെ രഞ്ജിത്തിന് അത് ചെയ്യാൻ കഴിഞ്ഞു. രഞ്ജിത്ത് അങ്ങനത്തെ ഒരാളെ അല്ല. നമ്മൾ ഓഫ് സ്ക്രീൻ സംസാരിക്കുമ്പോൾ രഞ്ജിത്ത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വളരെ ശ്രദ്ധയോട് കൂടി പോകുന്ന ഒരാളാണ്. ഇയാൾ കുറച്ചൊരു അലസതയും കാര്യങ്ങളും ഒക്കെയുള്ള, അല്ലെങ്കിൽ അത്രമാത്രം ഫോക്കസ്ഡ് അല്ലാത്ത ഒരാൾ. എന്നാൽ പുള്ളിയുടെ പാഷനൊന്നും, അതുപോലെ തന്നെ പാരൻസിൻ്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് പുള്ളി വേറെ തോതിൽ ദിശ മാറി സഞ്ചരിക്കാൻ നിർബന്ധിതനാകുന്നൊരു വ്യക്തി. ജോൺ ചേട്ടൻ പറഞ്ഞത് തന്നെ അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ഇതിനകത്ത് ഈ ടോണിയുടെ. അപ്പോൾ അത് രഞ്ജിത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി രഞ്ജിത്ത് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് പേര് ഇപ്പോൾ ഒരു ബാച്ച് ഓഫ് ന്യൂ കമ്മേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാരംഗി, അതുപോലെ തന്നെ ചാന്ദിനി, മറീസ, മൂസി, ഒരുപാട് പേര് അരുൺ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാ പേരും ഒരുപാട് കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട്. അതിനകത്തൊക്കെ മനോഹരമായിട്ട് അവരെ എല്ലാവരെയും ചെയ്യിച്ചിട്ടുണ്ട്. അതാണ് ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ഒരു ഗ്രൂപ്പ് വരുമ്പോൾ എസ്പെഷ്യലി രഞ്ജിത്താനത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ്, ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നത് 3 പടങ്ങളെ ആയിട്ടുള്ളൂ. അല്ല ഇല്ല, കമ്പയർ ചെയ്യുമ്പോൾ അതെ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ന്യൂ കമേഴ്സ് ഉള്ളൊരു സിനിമയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി, നമ്മൾ 2-3 സിനിമകൾ ഇച്ചിരി കൂടുതൽ ചെയ്തിട്ട് നമ്മളോട് സീനിയോറിറ്റി തന്നെ ഉണ്ടാവും. ആ ഒരു സീനിയോറിറ്റി ആയിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. പിന്നെ ഈ ഒരു സിനിമയുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുമ്പോൾ ഇറ്റ്സ് എ ഫാമിലി എൻ്റർടൈനർ, പക്ഷേ യൂത്ത് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്ന് പറയുന്നത്. മൈ ക്വസ്റ്റ്യൻ ഇസ് ടു റോൺ ചേട്ടൻ, അതായത് എന്തുകൊണ്ടാണ് റോൺ ചേട്ടൻ തോന്നുന്നുണ്ടോ ഫാമിലി എൻ്റർടൈനർ ആൻഡ് യൂത്ത് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണോ? യൂത്ത് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് ഫാമിലിയിലെ, അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അനീതി പ്രഭു യൂത്തിൻ്റെ സിനിമയാണ്. ഫാമിലി ഉണ്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. എൻ്റെ ലൈഫിൽ കണ്ടുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ അനീതി പ്രഭു. ഇതിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, പണ്ട് ഞാൻ സിനിമ എടുക്കുന്ന സമയത്ത് അന്ന് പോലെ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഇത് കുട്ടികളും കുടുംബങ്ങളുടെയും പ്രിയപ്പെട്ട സിനിമയായിരിക്കും. അപ്പോൾ കുട്ടികൾ തന്നെ കുടുംബത്തല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് വ്യത്യാസമുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകില്ല, അപ്പോൾ പേരൻസിനെ കൂടെ കൊണ്ടുപോകും. അത് സി.ഡി. മൂസയുടെയൊക്കെ ഓഡിയൻസ് അങ്ങനെ. അപ്പോൾ അല്ല ഒറ്റയ്ക്ക് പോവില്ല, അങ്ങനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ചില സിനിമകളുണ്ട്. അപ്പോൾ ഇത് പക്ഷേ അത്തരം ഇത് എല്ലാത്തരം ഓഡിയൻസിനും പറ്റിയ സിനിമയാണ്. ഇത് പേരൻസും കാണണം, കുട്ടികൾ കാണണം. പ്രത്യേകിച്ച് യൂത്ത് കാണണമെന്ന് പറഞ്ഞാൽ യൂത്തിൽ നിന്ന് ഇപ്പോൾ ഈ കുട്ടികളുടെ ഈ പറഞ്ഞ 5-6 കുട്ടികൾ പറഞ്ഞാൽ ഇവർ ഇന്നത്തെ ഒരു വിഭാഗം കുട്ടികളുടെ പ്രതിനിധികളാണ്. ഇവരുണ്ട്, ഒരു വീട്ടിലൊരാളെങ്കിലും വെച്ചുണ്ട്. അപ്പോൾ ഇവർക്ക് റിലേറ്റ് ചെയ്യും, പേരൻസിന് റിലേറ്റ് ചെയ്യും, മക്കളുടെ ശാഠ്യം അല്ലെങ്കിൽ മക്കളുടെ ആവശ്യമില്ലാത്ത. അപ്പോൾ അതാ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ. ഓക്കെ, സാരംഗിയിലേക്ക് വരികയാണെങ്കിൽ ഡാൻസ് ആണ് പാഷൻ, പക്ഷെ എന്നാൽ ഈ ഒരു സിനിമയിൽ അഭിനയത്തിലേക്ക് വന്നിട്ടുണ്ട്. സോ അഭിനയിക്കുക അല്ലെങ്കിൽ സിനിമയിലേക്ക് ഒരു റോള് വരിക എന്നുള്ളത് എപ്പോഴും മൈൻഡിലുണ്ടായിരുന്ന ഒരു തോട്ടാണോ, അതോ വളരെ യാദൃശികമായിട്ടൊരു ഓഡിഷൻ വെറുതെ കൊടുത്തു വന്നതാണോ? കുഞ്ഞിലെ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ആക്ട്രസ് ആവണം എന്നുള്ളത്, കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമാണ്. പക്ഷെ പിന്നെ എന്തൊക്കെയോ സാഹചര്യം കാരണം അത് മാറി. പക്ഷെ പിന്നെയും അത് വീണ്ടും വന്നു. അങ്ങനെ ഡാൻസ് ഫോക്കസ് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ ഡാൻസ് ഫോക്കസ് ചെയ്ത് അതിന്റെ സൈഡിലൂടെ ഞാൻ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ വന്ന് അറ്റൻഡ് ചെയ്ത്, ഇതും ഒരു ക്യാരക്ടർ റോളിനായിട്ടായിരുന്നു ആദ്യം ഓഡിഷൻ അറ്റൻഡ് ചെയ്തത്. പിന്നെ അത് മെയിൻ റോളായി, അങ്ങനെ വന്നതാണ്. ഓക്കെ, നമ്മൾ റീസെൻ്റ്ലി കണ്ട സിനിമയാണ് എമ്പുരാനിൽ ആക്ച്വലി അത് പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടറിൻ്റെ 3ാമത്തെ സിനിമയായിരുന്നു. പക്ഷേ ദി ഓഡിയൻസ് എക്സ്പെക്ട് ദാറ്റ് മൂവി ടു ബി ദി ഇൻഡസ്ട്രി ഹിറ്റ്. പക്ഷേ അത് കണ്ടു. ആൻഡ് ഇന്ന് ജോൺ ചേട്ടനാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഫിൽമോഗ്രഫി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത മൂവിയായിരുന്നു C.I.D. മൂസ ആസ് എ ഡയറക്ടർ. മെയിൻ ലീഡ് ഇന്ന് ഡയറക്റ്റ് ചെയ്തപ്പോൾ ആ സിനിമ തന്നെ ഒരുപാട് ഹിറ്റാണ്. ഇപ്പോഴും ആൾക്കാർ അത് കാണുന്നുണ്ട്, കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ റിലീസ് അതൊക്കെ നമ്മൾ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നായിരിക്കും അത് നമുക്ക് പ്രേക്ഷകർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞില്ല, ഇത് ഒരുപാട് പേരുടെ തീരുമാനങ്ങളിൽ പെടുന്നൊരു കാര്യമാണ്. എഴുതിയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ നടക്കേണ്ട സമയത്ത് നടക്കട്ടെ, നന്നായിട്ട് നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ നമുക്ക്. ഈ സിനിമയിൽ ഒരുപാട്
ആക്ച്വലി പാട്ട് അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ക്രൂവിൽ നിൽക്കുന്ന ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്. പക്ഷെ അഭിനയിച്ചാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒരുപാട് പേര്. അപ്പോൾ സിനിമയുടെ ഒരു ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഇത് കണ്ട് വീക്ഷിക്കുന്നവർക്ക് അഭിനയം അവർക്ക് കുറച്ചുകൂടെ കാണുമ്പോൾ അഭിനയിക്കാൻ ഒരു പ്രത്യേക ഒരു നാക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഈ സെറ്റിലുള്ള ഫണ്ട് എന്തായിരുന്നു? കാരണം ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാവരും ഒരുമിച്ചുള്ളൊരു റോളാണ് ഇതിനകത്ത്. നിങ്ങൾ തമ്മിലൊരു സിങ്കും കാര്യങ്ങളൊക്കെ. സെറ്റിൽ എങ്ങനെയായിരുന്നു ലൊക്കേഷൻസ്? കാരണം ഒരു ജനറേഷൻ അപ്പുറമുള്ള ആൾക്കാരുടെ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഡു യു റിമെമ്പർ സംതിങ് ആ സെറ്റിലുള്ള ഫണ്ട് എന്തെങ്കിലും? ഇത് നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്യാൻ കിട്ടിയ ഒരു സമയം നമ്മൾ പാടത്തിൽ ഷൂട്ട് ചെയ്തു, വെയിലൊക്കെ കൊണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾ ഈ സിമിലർ ഏജ് ഗ്രൂപ്പുള്ള സീനിയർ ആർട്ടിസ്റ്റ് വരുമ്പോൾ ഞങ്ങളെല്ലാം അടങ്ങിയിരിക്കും, അധികം അലമ്പൊന്നും ഇല്ല സെറ്റില്. പക്ഷെ ഇവരില്ലാത്ത ദിവസങ്ങൾ ഞങ്ങൾ കുറച്ചധികം അലമ്പാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഓപ്പോസിറ്റ് അല്ല നമ്മൾ ഒരുപാട് കോമഡി അല്ല ഞാൻ ഈ പറഞ്ഞാല് അവരിങ്ങനെ നിങ്ങളെ ഒരു ടീമാണ്. എനിക്ക് സാരംഗിയായിട്ടൊന്നും അങ്ങനെ അധികം കോമ്പിനേഷൻ ഇല്ല. എനിക്ക് പിന്നെ എപ്പോഴും രഞ്ജിത്തുമായിട്ട് ഞാനുള്ള സീൻ എന്ന് പറഞ്ഞാൽ എടാ നീ അപ്പോൾ രഞ്ജിത്ത് അങ്ങനെ നിൽക്കുന്ന സീൻസാണ്, അല്ലാതെ ഭയങ്കര അങ്ങനത്തെ സീനുകൾ വളരെ കുറവാണ്. അങ്ങനത്തെ പാവം തകർന്നു ഏതാ അല്ല ഇവരുടെ ടീമാണ് പാവം. ഇല്ലല്ല കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, ശീലമായി ഇതൊക്കെ. നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാവുമല്ലോ, കാരണം നിങ്ങൾ ആസ് ഒരു പെയർ അല്ലെങ്കിൽ ഒന്നിച്ച് കൂടെ അഭിനയിക്കുമ്പോൾ എത്ര നാളെടുത്തു ആ ഒരു ബോണ്ട് വരാൻ? കാരണം ഫസ്റ്റ് തന്നെ വരുമ്പോൾ ആ ഒരു ക്ലിക്കെന്ന് വരുന്ന സാധനമല്ലല്ലോ. വെൻ വാസ് ദി മൊമെന്റ് നിങ്ങൾക്ക് ഓക്കെ ഇത് വർക്ക് ആവും തോന്നിയത് എപ്പോഴായിരുന്നു? അധികം സമയമൊന്നും എടുത്തില്ല സത്യം പറഞ്ഞ, അല്ലേ? അല്ല എടുത്തില്ല, കാരണം നമ്മൾ സംസാരിക്കാറില്ല, ഞാനാ കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ പൊതുവെ കുറച്ച് ഒരു എന്താ പറഞ്ഞാൽ ഞാൻ കുറച്ച് റിസർവ്ഡ് പേഴ്സണെ, കുറച്ച് ഓപ്പൺ അപ്പ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ മറ്റേ അത് നമ്മൾ ആദ്യം തുടങ്ങിയത്, നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ ആ സമയത്ത് മൊത്തം ഡാൻസിൽ ഫോക്കസ് ചെയ്യുമായിരുന്നു. പിന്നെ ഷൂട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ മറ്റേ ബൈക്ക് സീൻസ് ഒക്കെ എടുത്തപ്പോഴാണ് കുറച്ചുകൂടെയും അതെ ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം സാരംഗി ഈസ് ഓൾറെഡി ഡാൻസിന്റെ ഒരു ഫീൽഡിലുള്ളതാണ്, പക്ഷെ എന്നാലും യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് പ്രിപ്പറേഷൻ ആയിട്ട്? അങ്ങനെ ഐ മീൻ ഈ സ്പെസിഫിക് സോങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു 2 week കൊറിയോഗ്രഫി ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി പണി എടുക്കേണ്ടി വന്നു. ഓക്കെ, പക്ഷെ അതിനേക്കാളും ഞെട്ടിച്ച റോൺചേട്ടനാണ്. കാരണം ഈ പ്രൊമോഷനൊക്കെ പോയപ്പോ എന്താ അയ്യോ അങ്ങനെയല്ല, ലൈറ്റെല്ലാം കൂടെ അടിച്ചിട്ട് സാരംഗി കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് തന്നെ സാരംഗി മുങ്ങിക്കളഞ്ഞു. ഇല്ലില്ല, അങ്ങനെ ഞാൻ നോക്കുമ്പോ നമ്മള് പ്രൊമോഷനൊക്കെ ഇവര് ഡാൻസ് കളിക്കുന്നുണ്ട്, പക്ഷെ റോൺചേട്ടൻ തകർത്ത് കളിക്കാണ്. അപ്പൊ ഡാൻസർ ആയിരുന്നു അല്ല പണ്ട് സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ വേണ്ടി ഒരു 5-6 മാസം ചെന്നൈയിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇപ്പൊ മെനിങ്ങാന്ന് അമ്മ വിളിച്ചു പറയുന്നുണ്ട്, 2 ദിവസമായിട്ട് റോബി എന്റെ ബ്രദർ കിടന്ന് ചിരിയാണെന്ന്. അപ്പോൾ അമ്മ പൊതുവെ കുറച്ച് ഇപ്പൊ സിനിമ കഥ കേൾക്കലും കാര്യങ്ങളൊക്കെ. ഇപ്പൊ അമ്മ ചോദിക്കുമ്പോൾ എന്താണ് ചിരിയല്ലേ, ചാച്ചൻ്റെ ഒരു ഡാൻസ് റെഗുലറായിട്ട് കാണുന്നുണ്ട്, നല്ല രസമാണെന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് ചിരിയോടി ചിരിയാണെന്ന് ഡാൻസിന്റെ പുള്ളി ചിരിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ സിനിമാ ഗാലറി തന്നെയാ വന്നത്. ഡാൻസ് പഠിക്കണമെന്നുള്ള മോഹവുമായി ചെന്നെത്തിയത് ചെന്നൈയില് സിംഹത്തിന്റെ മടയിൽ. അപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് റീൽ വന്നപ്പോഴേക്കും ഡോക്ടർ റോണിയുടെ ഡാൻസ് കണ്ടാലും നിങ്ങൾ ഞെട്ടും. എന്താ രസം അറിയോ, ആ ഡാൻസ് കളിച്ച് താഴെ ചേർന്നിരിക്കുമ്പോഴേക്കും സാധനം അപ്ലോഡ് ചെയ്ത് അതാണ് ICG. അത് കാണുന്നവർ ECG തറന്നു ആ രീതിയിലാണ് ICG. ചേട്ടൻ കളിച്ച് സീറ്റൊന്നും തിരുന്നില്ല, അപ്പോഴേക്കും അപ്ലോഡ് ആയി കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി, ചേട്ടാ പൊളി വൈബ് എന്താ അടിച്ചതെന്ന് ചോദിച്ചു. അതായത് ചേട്ടൻ പൊതുവെ അങ്ങനെ അല്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ക്ലിയർ ആയില്ലെന്നുള്ളത് അതാ മറ്റേ കൂടെ ചെറുക്കുണ്ട് അമ്പലം എന്ന് പറഞ്ഞു. റോണി വേറെ ഒരാളിലേക്കുള്ള ഒരു പരിണാമമാണോ അല്ലേ? ദിഗംബരനൊക്കെ പോലെ അതല്ലെന്ന് എന്താ പറ്റിയ വെച്ചാൽ അമ്പലം എന്നുള്ള കോളേജിലെ പയ്യനുണ്ട്, നമ്മൾ ചേട്ടാ ഒരു വൈബ് പിടിക്കണം പറഞ്ഞിട്ട് അവനിങ്ങനെ 1 2 3 4 5 അതങ്ങനെ. പിന്നെ ഇവനിങ്ങനെ പെയിന്റ് അടി പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ പെയിന്റ് അടിക്കുന്ന ശരിക്കും എല്ലാവരും പെയിന്റ് അടിച്ചു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ പെയിന്റ് അടിച്ചു. അല്ല അതിനെന്തെങ്കിലും ഒരു ഐക്കോണിക് പേര് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ അത് പാവത് പെയിന്റ് അടിക്കുന്നതാണോ പറയാ അതിന്? ഇല്ല അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അല്ല സാരംഗി മുങ്ങിക്കളഞ്ഞു, സാരംഗി സെപ്പറേറ്റ് മറ്റേ എല്ലാം കഴിഞ്ഞ് സാരംഗി സെപ്പറേറ്റ് ലൈറ്റ് കൊടുത്തപ്പോ രസമാലേ. അല്ല ഇവര് രണ്ടുപേരും ഞാനൊരു 1-2 പരിപാടിക്ക് പോയപ്പോ എനിക്ക് തോന്നിയ കാര്യം, ഈ എവിടെയോ പടത്തിൽ നെടുമുടി വേണിച്ചേട്ടൻ
രാഘവ എന്ന് വിളിക്കുമ്പോൾ പ്രസന്റ് സാർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും പുറയുന്ന ഈ ആ മാഷ 1 2 1 അപ്പോഴേ മറ്റേ താനുണ്ടല്ലോ അത് റെഡിയാണ്. ചിത്ര ചേച്ചി ഞെട്ടിപ്പോയി. അതായത് ഡാൻസ് എന്ന് പറയുക ഇവർ സ്വിച്ച് ഉണ്ടാവില്ല രണ്ടുപേരും കൂടെ. ഓർമ്മയില്ലേ? എന്താ സിനിമയിൽ ഡാൻസ് കളിക്കാഞ്ഞേ? പ്രൊമോഷന്റെ സമയത്തായിരിക്കും ഒരു ഇത് നായകൻ അല്ല നമ്മൾ ആ പ്രൊമോഷന്റെ സമയത്തുള്ള ഡാൻസ് ഒരു പാട്ടുണ്ട്, ഡാൻസ് ചെയ്യുന്ന ഒരു പാട്ടുണ്ട്, അത് ഇറങ്ങി ജോണിച്ചേട്ടൻ ഉഗ്രാണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പടം വരുമ്പോ കാണാം. ഇപ്പൊ നമ്മൾ പറയുന്നില്ല. ഞാൻ എന്റെ ഡാൻസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഓക്കെ, അത് ആരോടും പറയാതെ വെച്ചിരിക്കുകയായിരുന്നു. സസ്പെൻസ് കാരണം ഒരു ദിവസം ഞെട്ടണം എന്ന് പറഞ്ഞ് വെച്ചാൽ വെറുതെ ഇന്നത് പൊളിച്ചു. ഇതിപ്പോ ഒരു ഡാൻസ് കണ്ടിട്ടില്ലല്ലോ. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ ജോണിച്ചേട്ടന്റെ ഡാൻസ് ഒന്നും നിങ്ങൾ ഞെക്കില്ല. അല്ല, അങ്ങനെ ഒരു ഐറ്റം നമ്പർ അല്ല അത്. അങ്ങനെ അല്ലേ? എന്തായാലും അത് സ്വയം ഒരു നാലഞ്ച് ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ യു ഫോക്കസ് ഓൺ ഫിറ്റ്നസ്, ഒരുപാട് ഫിറ്റ്നസിന് ഫോക്കസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യും? ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു ബാലൻസും ഇല്ല. ഷൂട്ട് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഒരു 6 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 9 മണിക്കാണ് പാക്കപ്പ്. അതെങ്കിൽ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ ഒരു 4 മണിക്കാണ്. അപ്പൊ ആ സമയത്ത് ജിമ്മിൽ പോകും, കാരണം ആ സമയത്ത് കിട്ടത്തുള്ളൂ. അതിന്റെ പരിണാമത്തിന്റെ അടുത്ത റൂമിൽ എടുക്കാതിരിക്കുക അല്ലേ? ടിം 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 മൊട്ട വട്ടവടയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ജിമ്മില്ല, അത് മലപ്പൊക്കത്ത്. അപ്പോഴത്തേക്ക് അവിടെ എനിക്ക് 2 ഡംബിൾസ് കൊണ്ടുപോയി. ഞാൻ അറിഞ്ഞില്ലായിരുന്നു റോഡി ചേട്ടൻ എന്റെ താഴെ താമസിക്കുവായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ വെച്ചാല് മറ്റേ മറ്റേ എന്താണ് മറ്റേ തമ്പി നാഗവല്ലി അന്വേഷിച്ചു പോകുന്നല്ലേ, അതുപോലെ തന്നെ ഈ സൗണ്ട് എന്താണ് സൗണ്ട് നമ്മൾ ഒരു 5 ഇടി കഴിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഉറക്കത്തിലാണല്ലോ, നമ്മൾ വർക്കൗട്ട് ചെയ്യില്ലല്ലോ. പിന്നെയാണ് മനസ്സിലാവുന്നത് ഡമ്പലിലടിക്കുന്ന സൗണ്ടാണ് നമ്മൾ ഓർത്ത് വരിക. ജോൺസണൊക്കെ ഭയങ്കര അത്യാവശ്യം നല്ല ആ ഒരു നമ്മുടെ ആ ഒരു നാടിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കാം. പക്ഷെ നല്ല ഭക്ഷണപ്രിയനായിരിക്കുമല്ലോ, നല്ല ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ? അപ്പോൾ ഇവരെ പ്രൊവോക്ക് ചെയ്യാറുണ്ടോ? മക്കളെ ഇത് കഴിച്ചു നോക്ക്? കാരണം പൊതുവേ സെറ്റിൽ ഇച്ചിരി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെയും കൂടെ തീറ്റിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്തൊക്കെ കിളികൾ കഴിക്കുന്നവരെ കുത്തി തിന്നുന്ന ആൾക്കാർ, നമ്മളെന്ന് പറഞ്ഞാൽ വലിച്ചു വാരി തിന്നുന്ന. രഞ്ജിത്തൊക്കെ ശരീരം നോക്കിയതാ വളരെ കുറച്ച് ഭക്ഷണം എന്നുള്ള. സാരക്കൊക്കെ ഭക്ഷണം തന്നെ കഴിക്കാറുണ്ടോ? എനിക്കങ്ങനെ ആരെയും ഇങ്ങോട്ട് കിട്ടാറില്ല ഭക്ഷണം കഴിക്കാൻ. ഞാൻ ആരുമില്ല, ഞാനിങ്ങനെ കഴിക്കാറിലും വരും, അത്രേ ഉള്ളു. അല്ലാതെ അടുത്ത ചീറ്റ് ഡേക്ക് ഞാൻ ചീറ്റ് ഡേന് എല്ലാ വർഷവും അല്ല അപ്പൊ ഞാൻ എല്ലാ ദിവസവും ചീറ്റ് ഡേ അല്ലേ? അതെ, ഞാൻ പക്ഷേ എനിക്കൊരു കാര്യം വെച്ചാൽ നമ്മൾ അധികം അമിതമായിട്ട് ഭക്ഷണം കഴിക്കില്ല. എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കും. പക്ഷെ എന്നാലും നമുക്ക് ഭക്ഷണം ഒരുപാട് ഇഷ്ടം. ഞാനത് ചോദിക്കുന്നത് കാരണം ജിമ്മിൽ പോകുന്ന ആളെന്ന് ഇവരെന്നെ കണ്ടിട്ടില്ല. മറ്റേ ഒന്ന് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിന്റെ സമയത്ത് എപ്പോഴായിരുന്നു നമ്മുടെ പാക്കപ്പ് ദിവസമല്ലേ? ആ പാക്കപ്പ് ദിവസം ഡയറ്റിലൊക്കെ പൊട്ടിച്ചു, ഒരാഴ്ച നന്നായി പൊട്ടിച്ചു. അപ്പൊ എത്ര ദിവസം എടുക്കാതെ ഒന്ന് കേറി വരാൻ? അത് ഈ ഷൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ഭയങ്കര ഹെക്ടിക് സ്റ്റേജിൽ ഫോളോ ചെയ്യും. അപ്പോഴത്തേക്ക് ആ സമയത്ത് ആ മറ്റേ ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ റൂട്ടീൻ തെറ്റിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇതായിട്ട് പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ സ്റ്റാർ ആകാൻ വേണ്ടി, ആക്ടർ ആകാൻ വേണ്ടി വരുന്ന ഒരു പരിപാടി, ആ ഡെഡിക്കേഷൻ ഫയർ. ഞാൻ ഇപ്പൊ പൃഥ്വിരാജ് അങ്ങനായിരുന്നു, ഉണ്ണി മുകുന്ദൻ അങ്ങനായിരുന്നു. ഇവരൊക്കെ തുടക്കം പോലെ രാജുവൊക്കെ എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ 3 മണിക്ക് ഇപ്പം ചാക്കോച്ചനൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ വെളുപ്പിന് ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ ഇവർ രാവിലെ പോവാ ഏതാ കട്ടിൽ കളിക്കാൻ. ഞാൻ ബിജുമാനോടൊക്കെ ഒരു പടത്തിന് ഷൂട്ട് കഴിഞ്ഞ് 5:30 പോന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് പുറത്തേക്ക് എനിക്ക് കിടക്കാം, ഒരു 11 മണിയാകുമ്പോൾ എഴുതേക്കാം. അവിടെ ചാക്കോച്ചൻ ഇങ്ങനെ വെച്ചിട്ട് ഷട്ടിലുമായിട്ട് പോകും. നമ്മുടെ ബിജു എനിക്ക് എന്ത് മനുഷ്യനാണ് ഏതായാലും അവരാ കറക്റ്റായിട്ട് ചെയ്തിരിക്കും. അന്നുള്ള ഫാറ്റ് അന്നു കളഞ്ഞിരിക്കും. നമ്മൾ സ്റ്റോർ ചെയ്യാ, ആർക്കും കൊടുക്കില്ല. ഞാൻ പണിയെടുത്ത് ഭക്ഷണം കഴിച്ചുണ്ടാക്കിയതാന്നൊക്കെ അതവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഇതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞ അരുൺ വൈഗ, അദ്ദേഹത്തിന്റെ ഒരു സിനിമയെ പറ്റിയുള്ള സംസാരം അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള ഒരു പാഷൻ ആ ഒരു ടോക്കിൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് ഓൾസോ പുതുമുഖങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു വർക്കിംഗ് എന്തായിരുന്നു? കാരണം അദ്ദേഹം കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ദ വേ ഹി ടോക്സ് ഷോസ് ഹിസ് പാഷൻ ടു മൂവി.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തിനോട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഹി ഇൻ ദ സെറ്റ്? എനിക്ക് തോന്നുന്നു പുള്ളി നറേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നന്നായി വിഷ്വലൈസ് ചെയ്യാൻ പറ്റി കഥ. എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യണമെന്നില്ല. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് സ്ക്രീൻ പ്ലേ വൈസ് വിഷ്വലൈസ് നറേറ്റ് ചെയ്താൽ നമുക്ക് മൊത്തം വിഷ്വലൈസേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ പുള്ളി എനിക്കൊരു സ്പേസ് തന്നിട്ടുണ്ട് ഈ ടോണി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന് എൻ്റെ ഒരു ബിഹേവിയറും ഒരു ഫ്ലേവറും കൊണ്ടുവരാൻ. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ആക്ടർ ഡയറക്ടറിൻ്റെ ഒരു റാപ്പോ അത് ശരിക്കും സിങ്ക് ആയാലേ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് വരത്തുള്ളൂ എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ആ രീതിയിൽ അവരോട് എനിക്ക് നല്ലൊരു സ്പേസ് തന്നിട്ടുണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി. പിന്നെ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് സമയം എടുത്തു. എനിക്ക് തോന്നുന്നു നമ്മൾ പടം തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ ഒറ്റ സിങ്കിൽ കാര്യങ്ങൾ നീങ്ങി. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് അരുൺ ചേട്ടൻ. എല്ലാ സീനും നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻ കേസ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ പോലും ഒരിക്കലും അങ്ങനെ ഒരു പ്രഷറോ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഈവൻ പ്ലേ ബാക്ക് പോലും കാണിച്ചിട്ട് നമ്മുടേതായ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടെങ്കിൽ രഞ്ജിത്ത് പറഞ്ഞ പോലെ ആ ഒരു സ്പേസും ഫ്രീഡും എപ്പോഴും തന്നിട്ടുണ്ട്. അത് പുറത്ത് പറയാൻ പറ്റില്ല. ഡാൻസിലായിരിക്കും അല്ല, ചില സീൻസിൽ ഇപ്പൊ ചെറിയ നോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ അവിടെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചേട്ടൻ ചേട്ടൻ ഒരു ഡയറക്ടറാണ്, അപ്പൊ ഇദ്ദേഹം ഒരു യങ് ഡയറക്ടറാണ്. സോ എന്തെങ്കിലും കുട്ടി പറഞ്ഞ അരുണ് പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നല്ല കാര്യം. സ്വഭാവ നടന്മാരെ കൊണ്ടുവരാൻ ശ്രമിക്കണ്ട, അത് ഞാൻ തടയുന്നു. പിന്നെ അരുൺ ഞാൻ പറഞ്ഞില്ലേ, ഗുണ്ടജേനി ഞാൻ അഭിനയിച്ചതാണ്. നല്ല റോളായിരുന്നു, രസകരമായൊരു റോളായിരുന്നു. അത് നന്നായി വരികയും ചെയ്തു. ഒരു എന്താ പറയണ്ട, അരുണും എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഈ മനസ്സിലാക്കിയവരോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ അവർ ചില കാര്യങ്ങൾ നമ്മളറിയാത്ത ചില ഓർത്തു വെക്കും. എന്നിട്ട് നമ്മൾ പറയും, ചേട്ടാ അങ്ങനെ ചേട്ടൻ പറയാറില്ലേ, അതുപോലെ പറ. അല്ല ചേട്ടൻ മോനെന്ന് ചേട്ടൻ വിളിക്കാറില്ലേ, അതുപോലെ വിളിച്ചേ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ അത് ഓർക്കുകയല്ല, ചിലപ്പോൾ പ്ലേസ്മെൻറ്റിൽ അതായിരിക്കും കറക്റ്റ്. അപ്പോൾ നമ്മളെ ഒരുപാട് കാലം നോക്കിക്കണ്ട ഒരാൾ എന്നെ കൊണ്ട് ബിഹേവ് ചെയ്യിക്കുന്ന രീതിയിൽ അരുണ് ബിഹേവ് ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റേ ഗുണ്ടജനകത്തെ റോളും എൻ്റെ നന്നായത്. ഇപ്പോൾ ഈ റോളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഞാൻ പറ്റില്ല, നമ്മൾ ഏറ്റവും അധികം നമ്മൾ സ്ഥിരം സിനിമകളിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു അല്പം പോലും കണ്ടിന്യൂറ്റി വിടാതെ ആ ഒരു കറക്റ്റ് മോഡ് ക്രിയേറ്റ് ചെയ്ത് പോകുക എന്ന് പറയുന്നത്. ഇന്നോട് ആത്മാംശം കയറ്റി അങ്ങനെയൊന്നും ഇല്ലാണ്ട് രാവിലെ പോകും, അപ്പോഴുള്ള കയറ്റലേ അതുള്ളൂ. ചിലരുണ്ട് ഇങ്ങനെ ഞാൻ വർഷങ്ങളോളം ഇങ്ങനെ, അതൊന്നുമില്ല. അപ്പോൾ ദൈവം തോന്നിപ്പിക്കുന്ന ആ സ്റ്റാർട്ടിനും കെട്ടിനും ഇടയ്ക്കുള്ള ആ സമയം അത് ഒത്തു കിട്ടിയത് അരുണിൻ്റെ കാഴ്ചപ്പാട്. അരുൺ കാണുന്നതാണല്ലോ എന്നെ, അല്ലാതെ ഞാനിപ്പോൾ എന്നെ അഭിനയിക്കുന്നത് എനിക്കപ്പോൾ കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു തിരുത്തലുകളും കാര്യങ്ങളിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വളരെ കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടർമാരിൽ ഒരാളാണ് അരുൺ. അതെ, ഇങ്ങനെ ആ തമാശക്കാണെല്ല തടയുന്ന കാര്യം പറഞ്ഞുകൊണ്ട് എന്നോട് ഞാൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്നോട് ഈ തടയുന്ന കാര്യം പറഞ്ഞത് അജു വർഗീസാണ്. അജു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയായിരുന്നു, എൻ്റെ മക്കളിൽ ഒരാളെ ഞാനൊരു ഭീഷണിയായിട്ട് കാണുന്നത്, പക്ഷെ ഞാൻ അവനെ തടയും, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. തമാശക്ക് പറയുന്നതായിരിക്കില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാളുടെ വരവ് പറയാൻ പറ്റുമോ? അല്ല, പക്ഷെ അജു ചേട്ടൻ സീരിയസ്, ഞാൻ ചോദിച്ചാൽ തമാശ, ഞാൻ സീരിയസ് ആയിട്ടും പറഞ്ഞു ഞാൻ അവനെ തടയും. കാരണം എന്താന്നറിയില്ല, കാരണം ഭാവിയിൽ അവൻ എനിക്കൊരു ദോഷമായിരിക്കും. കാരണം ധ്യാൻ ചേട്ടൻ നമ്മുടെ ശ്രീനിവാസൻ സാറിനെ പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, ആ കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ പറയുന്നത് ഞാൻ അവനെ തടയുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു. റോൺ ചേട്ടൻ എങ്ങനെയാണ് ഈ ഡയറക്ടറിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി അത് ആദ്യമായിട്ടല്ലേ ഒരു പഴഞ്ചൻ പ്രണയം എന്നുള്ള പടത്തിന്റെ എഡിറ്റർ വേറെ അരുൺ ഉണ്ടായിരുന്നു. നേരം അരുണാണ് കൂടുതലും എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയുള്ള സൗഹൃദമുണ്ട്. പിന്നെ ഈ പടം തുടങ്ങിയ സമയത്ത് ഇതിന്റെ സ്ക്രീൻ പ്ലേ ഇങ്ങനെ വായിക്കാൻ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന ക്യാരക്ടർ നമുക്ക് ചെയ്ത് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അരുണിൻ്റെ അടുത്തുള്ള ഒരു സൗഹൃദവും വിശ്വാസം കൊണ്ട് അങ്ങോട്ട് ചെന്നു. പിന്നെ അരുണി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ നല്ല നമ്മളിപ്പോൾ നമ്മുടെ കാര്യമായിക്കോട്ടെ, ഇപ്പോൾ രഞ്ജിത്ത് ആയിക്കോട്ടെ, മോൾഡ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് റോങ് ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയും ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ല, അങ്ങനെയുള്ള നമ്മളൊരു അച്ച് മാറുക. അപ്പോൾ അങ്ങനെ മോൾഡ് ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കുറേ ടെക്നീഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിനോജ് അയ്യപ്പൻ ആയിക്കോട്ടെ, രാജേഷ് മുരുകേഷൻ ആയിക്കോട്ടെ, കുറേ ടെക്നീഷ്യൻസ്, നല്ല കുറേ ടെക്നീഷ്യൻസിൻ്റെ കൂട്ടായ്മ കൂടിയാണ് ഈ സിനിമ. പിന്നെ ഈ ബഡ്ജറ്റിൽ എടുക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ പല ഇടത്തോട്ട് മാറുമ്പോൾ ഇത്രയും ഷൂട്ടിംഗ് ഡേയ്സ് വെച്ച് നമ്മൾ പല ലൊക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പടം കാണുമ്പോൾ മനസ്സിലാവും. കർണാടകയുണ്ട്, ഇപ്പോൾ വട്ടവടയുണ്ട്, അങ്ങനെ പലയിടത്ത് പോയി അത് എടുക്കാനുള്ള ഒരു എന്താ പറയുക, പ്രൊഡക്ഷൻ കൂടി സപ്പോർട്ട് ചെയ്യണം. പ്രൊഡക്ഷൻ്റെ സപ്പോർട്ട് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇന്നടത്ത് പോയാൽ പോരെ, ഇന്ന പുൽമേട് പോയാൽ പോരെയും ചോദിച്ചാൽ അവിടെ കഴിഞ്ഞു. അതിൻ്റെ വിഷ്വലി എത്ര നന്നായിട്ട് ഇത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷനെ എന്താ പറയുക, അവരുടെ സപ്പോർട്ടും വലിയൊരു കാര്യമായിരുന്നു.
നമ്മൾ പറയേണ്ടിയിരിക്കും. ഓക്കെ, അഭിനയിക്കുന്ന ഒരുപാട് പേര് സിനിമയുടെ പിന്നിൽ ക്യാമറയുടെ പിന്നിലേക്ക് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. റോൺ ചേട്ടൻ എന്തെങ്കിലും അങ്ങനത്തെ പ്ലാൻസ് എന്തെങ്കിലും ഉണ്ടോ? സ്ക്രിപ്റ്റ് എഴുതാൻ, ഡയറക്ടിങ്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഞാൻ ഒരെണ്ണം എഴുതി കണ്ണൂർ സ്ക്വാഡ്. അല്ല ഞാൻ പക്ഷേ ഇനി ഇനി കുറച്ച് ഇത് കഴിയുമ്പോൾ ഇനി അടുത്തത് വരും. വരുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു വേറെ ചാനൽ കോട്ടയം സ്ക്വാഡ്, ഞാനാ ഹീറോ അല്ലേ? നോക്കട്ടെ. കേസ് അന്വേഷിച്ച് അമൃത്സർ ഇനി വരെ ബാക്കി 3 പേരെ അമൃത്സർ വരെ പോകുന്ന അച്ചായ പോലീസുകാർ. പക്ഷെ ട്രെയിനിലായിരിക്കും കേട്ടോ. ഇനി ബാക്കി 3 പേരെ കസ്റ്റ് ചെയ്യാൻ പോരെ? 5 പേരുണ്ടോ? ചേട്ടൻ ആരെങ്കിലും മനസ്സിലുണ്ടോ കൂടെ? ഒന്ന് ഭീമന്റെ വിജയേട്ടൻ, വിജയരാജ ചേട്ടൻ, ലാലുച്ചായൻ, റോണി, ഞാൻ. കാലക്കും റിട്ടയർമെന്റ് നേരെ അമൃത്സറിൽ പോവാ. റിട്ടയറായ 3 ഐജിമാരുമായിട്ട് ഞങ്ങൾ തകർക്ക് കേട്ടോ. നല്ല തോട്ടല്ലേ? ഷുവർ ഹിറ്റായിരിക്കും. ആലോചിച്ചു ചേട്ടൻ തന്നെ പറഞ്ഞ ചെയ്യുന്നത് നല്ല. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമ മെയ് 23 ഈ വർഷം റിലീസ് ആകാൻ പോവാണ്. നിങ്ങളെല്ലാവരുടെയും നല്ലൊരു എഫേർട്ട് ഈ സിനിമയിൽ കാണാനുണ്ട്, എസ്പെഷ്യലി ഫോർ ദി ഡയറക്ടർ ആൻഡ് യു ആൻഡ് ദി ഹീറോ ആൻഡ് എവരി വൺ, എല്ലാവരും ടെക്നീഷ്യൻസിന് എസ്പെഷ്യലി. അപ്പോൾ ആ ഒരു എഫേർട്ട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. 3 ബ്ലോക്ക് ബസ്റ്റർ നമ്പേഴ്സിന് ഒപ്പം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.